السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹധന്യരായ പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹോദര സഹോദരിമാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിന് വാർഷികം നടത്താനും അതിൽ പങ്കെടുക്കാനും തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ ഓർമ്മപ്പെടുത്തിയത് പ്രകാരം മഹത്തുക്കളായ ഉലമാ മുഴുവനും പഠിപ്പിച്ചത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അത് സ്വീകരിക്കപ്പെടും എന്നതിൽ ഒരു തർക്കവും ഒരു സംശയവും വേണ്ടതില്ല. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമൽ അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്, അവിടുത്തെ മദ്ഹാണ്, അവിടത്തേക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന സർവ്വ ദിക്റുകളും പരിപാടികളുമാണ്. ആ ഒരു നിലക്ക് വാർഷികം കഴിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ ഉറപ്പ് ലഭിക്കപ്പെട്ടതായൊരു വിഷയം, ആ വിഷയം ചെയ്യാനും അതിൽ പങ്കെടുക്കാനും അത് ചൊല്ലാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയ നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്ന നിലക്കാണ് വാർഷികമായി നമ്മൾ പല പരിപാടികളും, പ്രത്യേകിച്ച് സ്വലാത്തിന്റെ വാർഷികങ്ങളുമെല്ലാം നടത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയല്ലോ, ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലായികത്തും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സർവ്വ മുഅ്മിനീങ്ങളെയും വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ മുത്തനബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന, അല്ലാഹുവിന്റെ കൽപ്പന വാജിബായ കൽപ്പനയാണ്. ഈ വാജിബ് നാം നിറവേറ്റുന്നത് മഹത്തുക്കളായ ഉലമാ പഠിപ്പിച്ചത് പ്രകാരം പരിശുദ്ധമായ നമ്മുടെ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഇബാദത്തായ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സലാം അത്തഹിയ്യാത്തിലൂടെയും ശേഷമുള്ള സ്വലാത്തിലൂടെ സ്വലാത്തും വീട്ടി സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും 5 വക്ത് ഫർള് നിസ്കാരങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, മാദാമഅഖലുഹു സാബിതൻ, ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട നിർബന്ധമായ അമൽ അതാണ് നിസ്കാരം. ആ നിസ്കാരത്തിലൂടെ നിസ്കാരം സ്വീകരിക്കപ്പെടാൻ അല്ലാഹു ഫർളാക്കിയത് മുത്തനബിയുടെ മേലുള്ള സ്വലാത്തും സലാമുമാണ്. ആ രൂപത്തിൽ എല്ലാ ദിവസവും നാം മുത്തനബിയുടെ സ്വലാത്തും സലാമും നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകളും സലാമുകളും വർദ്ധിപ്പിക്കണം. അതില്ലാത്തൊരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. നാം എപ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ സമയത്തെല്ലാം സലാമും കൂടെ ചൊല്ലണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നാം എല്ലാവരും മയ്യത്ത് നിസ്കരിക്കാറുണ്ട്, ജനാസ നിസ്കരിക്കാറുണ്ട്. ആ ജനാസ നിസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ആ സ്വലാത്തിൽ ഏറ്റവും പരിശുദ്ധമായ ഇബ്രാഹിമിയ സ്വലാത്താണ് നാം എല്ലാവരും ചൊല്ലാറുള്ളതും അതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. നാം തഹിയ്യാത്തിന് ശേഷം നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, ആ സ്വലാത്തിൽ സലാമിന്റെ വാചകമില്ല. നിസ്കാരങ്ങളിൽ അത്തഹിയ്യാത്തിൽ സലാമു ചൊല്ലുന്നു, ശേഷമുള്ള ഇബ്രാഹിമിയ സ്വലാത്തിൽ സ്വലാത്ത് ചൊല്ലുന്നു. അടിസ്ഥാനത്തിൽ നിസ്കാരത്തിൽ സലാമും സ്വലാത്തുമുണ്ട്. പക്ഷേ
ജനാസ നിസ്കാരത്തിൽ നാം രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിൽ സലാമില്ലാത്തത് കൊണ്ട് മഹത്തുക്കളായ ഉലമാക്കൾ ഫുഖഹാക്കൾ പഠിപ്പിച്ചു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയുന്നതിന് പകരം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്നുകൂടെ ചൊല്ലണം. അത് പ്രത്യേകമായ ഒരു അമലാണ്, സുന്നത്താണ്, അല്ലാഹുവിനോടും അവന്റെ ഖുർആനിനോടും ചെയ്യുന്ന കടപ്പാടാണ്. അങ്ങനെ ഏത് സ്ഥലങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം സലാമിനെ കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നൊരു കാര്യം കൂടെ പറയട്ടെ. ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതുമ്പോൾ അല്ലെങ്കിൽ സ്വലാത്ത് എഴുതുമ്പോൾ സ്വലാത്ത് പൂർണ്ണമായി എഴുതണം എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ മുഴുവനും പഠിപ്പിച്ചു. കാരണം ആ സ്വലാത്ത് പൂർണ്ണമായി എഴുതിയില്ലെങ്കിൽ അത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അദബകേടാണ്. ഒരു വരിയിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം സ്വലാത്ത് എഴുതിക്കോളണം. എഴുതുമ്പോൾ പറയുന്ന സമയത്ത് സ്വലാത്ത് പറഞ്ഞോളണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും യോജിച്ചത്. ഒരൊറ്റ വരിയിൽ ഒരുപാട് പ്രാവശ്യം വന്നാലും എഴുതണമെന്ന് പറഞ്ഞു മഹാന്മാര് പറഞ്ഞു. ചില ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാൻ, അറബിയിൽ എഴുതാൻ ഒരുപാട് പ്രയാസമാണ്, ഒരുപാട് സമയം വേണം, സ്ഥലം പോകും, ഗ്യാപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് ചിലർ സ്വല എന്നും അല്ലെങ്കിൽ സ്വൽഅം എന്നും അല്ലെങ്കിൽ സ്വൽസലം എന്നൊക്കെ എഴുതാറുണ്ടായിരുന്നു. അതൊന്നും പാടില്ല. ഇതൊന്നും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യോജിച്ച പ്രവർത്തനമല്ല, അവിടുത്തോടുള്ള ബഹുമാനമല്ല. ആ രൂപത്തിൽ എഴുതുമ്പോഴും പറയുമ്പോഴും ചൊല്ലുമ്പോഴും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിനോടും അവിടുത്തെ പേരിനോടും ബഹുമാനവും ആദരവും വേണം. ഇതാണ് ഈ മജ്ലിസിൽ നിന്ന് നാം സ്വീകരിക്കേണ്ട പാഠങ്ങൾ. ഒരു കാര്യം കൂടെ പറയട്ടെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എന്ത് വലിയ മഹത്വമുള്ള പേരാണ്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെല്ലാം അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ, ഖിയാമത്ത് നാളിന്റെ അന്ന് വിളിച്ചു പറയും, ആർക്കെങ്കിലും മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ അവർ പ്രവേശിക്കണം, അവർ എണീറ്റ് നിൽക്കണം. ഫല്യദ്ഖുലിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കണം. കറാമത്തൽ ലിനബിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനോടുള്ള ബഹുമാനം കൊണ്ട്, അവിടുത്തെ പേരിനോടുള്ള ആദരവ് കൊണ്ട് ആ മുഹമ്മദ് എന്ന് പേരിട്ട ഒരു മനുഷ്യനെ നരകക്കുണ്ടിൽ കിടത്തിയിട്ട് ശിക്ഷിക്കാൻ വളരെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകലോകത്ത് നിന്ന് ശഫാഅത്ത് മുഖേന രക്ഷപ്പെടുത്തി അവസാനമായി രക്ഷപ്പെടുത്തുന്ന ഒരു വിഭാഗം പേര് മുഹമ്മദ് എന്ന് പേരിട്ട ആരെങ്കിലും ഈ നരകാവകാശികളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളണം. മുഹമ്മദ് എന്ന നാമകരണത്തിന് അല്ലാഹു നൽകിയ പവറാണ് നമ്മുടെ മക്കൾക്ക്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ മുഹമ്മദ് എന്ന് നമ്മുടെ ഉപ്പാപ്പമാര് പേര് വെച്ചിട്ടുണ്ടാകില്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് പേര് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പേരമക്കൾക്ക് പേര് വെക്കണം. പേര് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളായ സർവ്വ കുട്ടികൾക്കും മുഹമ്മദ് എന്ന് പേര് വെക്കണം. മഹാന്മാര് മുഴുവനും അത് പഠിപ്പിച്ചതാണ്. മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്കുള്ള സർവ്വമക്കൾക്കും മുഹമ്മദ് എന്ന് പേര് വെക്കണം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, മുഹമ്മദ് എന്ന് എല്ലാ മക്കൾക്കും പേര് വെച്ചാൽ ആ വ്യക്തി എങ്ങനെ തിരിച്ചറിയും? നമ്മളെ മക്കളെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അല്ല, വിളിക്കപ്പെടുന്ന പേര് ജനിച്ച് 7ാമത്തെ ദിവസം പേരിടൽ സുന്നത്താണ്. അല്ല, ഏത് കുട്ടികൾക്കും പേരിടൽ സുന്നത്തുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ വയറ്റിൽ ഒരു ഗർഭസ്ഥ ശിശുവായി 4 മാസം പ്രായമായാൽ, 4 മാസം ഗർഭാവസ്ഥയിൽ കിടന്നൊരു കുഞ്ഞിന് ചിലപ്പോൾ മനുഷ്യരൂപം തന്നെ വന്നിട്ടുണ്ടാകില്ല, എങ്കിലും പേര് വെക്കൽ സുന്നത്തുണ്ട്. അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ കുട്ടിക്ക് പേര് വെക്കൽ സുന്നത്തുണ്ട്. ചെറുപ്പകാലത്ത് ജനിച്ചതിന് ശേഷം മരണപ്പെട്ടു പോയ കുട്ടിക്കും പേര് വെക്കൽ സുന്നത്തുണ്ട്. അതൊരു സുന്നത്തായ അമലാണ്. അതുപോലെ നമ്മുടെ സർവ്വ മക്കൾക്കും പേര് വെക്കുമ്പോ ആ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് പേര് തിരിച്ചറിയാൻ മറ്റുള്ള പേരുകൾ കൂടെ വെക്കാം, പക്ഷേ മുഹമ്മദ് എന്ന്
പേരിട്ടതിന് ശേഷം കൂട്ടത്തിൽ മറ്റു പേരുകൾ വിളിക്കാം. മുഹമ്മദ് ജാബിർ എന്ന് വിളിച്ചോ, മറ്റേ മകനെ മുഹമ്മദ് വാസി എന്ന് വിളിച്ചോ, മറ്റൊരു മകനെ മുഹമ്മദ് റബി എന്ന് വിളിച്ചോ, ഏത് പേരും മുഹമ്മദ് എന്ന പേരതിലുണ്ടാവണം. ഈ പേരിന്റെ മഹത്വം കൊണ്ടാണ് നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഒരു പൈതെങ്കിലും നമ്മുടെ ജീവിതകാലത്ത് സാധിക്കുമെങ്കിൽ അതല്ലേ നമ്മൾ മക്കളോട് ചെയ്യുന്ന, പേരമക്കളോട് ചെയ്യുന്ന വലിയ ഗുണം. അവർ നരകകുണ്ടിൽ പ്രവേശിച്ചാലും ആ മുഹമ്മദ് എന്ന് പറയുന്ന പേരിനോടുള്ള ബഹുമാനം കൊണ്ട് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുവെങ്കിൽ അതല്ലേ നമ്മൾ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവും അവർക്ക് നൽകുന്ന സമ്മാനവും. എന്തായാലും നിർബന്ധമായും മക്കൾക്ക് പേര് വെച്ചോളണം. ഇനി സർട്ടിഫിക്കറ്റ് എഴുതുന്ന സമയത്ത് പേര് കൂട്ടിക്കൊടുത്തോളൂ, എങ്കിലും ഏയിന്റെ അന്ന് വിളിക്കുമ്പോ മുഹമ്മദ് എന്ന് പേര് വിളിക്കണം. മഹാന്മാർ ഈ മുഹമ്മദ് എന്ന് പറയുന്ന പേരിനോടുള്ള ബഹുമാനമായി പറഞ്ഞത് കാണാം. ഇദാ സമ്മൈതും മുഹമ്മദൻ ഫലാ തദ്രിബൂ. നിങ്ങളൊരു കുഞ്ഞുമകന് മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ പിന്നെ നിങ്ങൾ അവനെ അടിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരുള്ള കുട്ടിയാണ്. ആ മുഹമ്മദ് എന്ന് പേരുള്ളവരെ കാണുമ്പോൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. കാരണം മുത്തുനബിയുടെ പേരാണ്, ആ പേരിനോടുള്ള ബഹുമാനമാണ്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, പേരൊരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. പേരുകൾക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ട് മറ്റുള്ള പേരുകൾ പരാമർശിക്കുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല. ചില മഹത്തുക്കളായ ഔലിയാക്കൾ പറഞ്ഞു, ഞാന് എന്റെ മക്കൾക്ക് അഹമ്മദ് എന്നാണ് പേരിട, മുഹമ്മദ് എന്നിടില്ല. അപ്പൊ ചോദിച്ചു, എന്താണ് മുഹമ്മദ് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മഹത്തായ പേര്? അഹമ്മദ് എന്നതും മുത്തുനബിയുടെ പേരാണ്. ആ സമയത്ത് മഹത്തുക്കൾ പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന പേരിന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചിലർ മീമിന് കസ്റാക്കിക്കൊണ്ട് മുഹമ്മദ് എന്നും അതുപോലെ മീമിന് ഫത്ഹ് ചെയ്തുകൊണ്ട് മഹ്മദ് എന്നും നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന മഹ്മദ് എന്നൊക്കെ വിളിക്കപ്പെടാറുണ്ട്. ആ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ ഇകഴ്ത്താൻ കാരണമായി പോയാൽ അത് വലിയ ബേജാറാണ്. അതുകൊണ്ട് പേരിൽ മാറ്റം വരുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള പേരുകൾ ഇടാം എന്ന് മഹത്തുക്കൾ സൂക്ഷ്മത കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, മുഹമ്മദ് എന്ന് പേരുള്ളവർ ഒരിക്കലും പേര് മാറ്റി വിളിക്കാൻ പാടില്ല. പേര് ചേഞ്ച് ചെയ്തുകൊണ്ട് വിളിക്കാൻ പാടില്ല. അത് മുത്തുനബിയോടുള്ള അതവുകേടായി പോകും. നമ്മൾ നമ്മളെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിടണം. അവർക്കിഞ്ഞ് മറ്റുള്ളവർ എന്ത് വിളിച്ചാലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പൈതുണ്ടാക്കി കൊടുക്കുന്നു എന്ന നിലക്കാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. മുൻകാലങ്ങളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ മുഹ്ദി എന്ന പദത്തിന്റെ അർത്ഥം മുഹ്ദി MOHD എന്ന്, മുഹ്ദി എന്ന് പാശ്ചാത്യ ശക്തികളുടെ ഇടപെടൽ മുഖേന ചില മുഅ്മിനീങ്ങളായ ആളുകൾ മുഹമ്മദ് എന്നതിന്റെ ചുരുക്കപ്പേരായി കൊടുക്കാറുണ്ട്. അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം മുഹ്ദി എന്നതിന് പഴയ കാലത്തുണ്ടായിരുന്ന ഡിക്ഷണറിയിൽ ഇംഗ്ലീഷിലെ അർത്ഥം കൊടുത്തത് വലിയ വാഴയുള്ള നായ എന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പരിഹസിക്കാനും കളിയാക്കാനും മികയ്ത്താനും നിസാരപ്പെടുത്താനും ഇൻസൾട്ടാക്കാനും പാശ്ചാത്യ ശക്തികളും അതുപോലെയുള്ളതായ നവീനവാദികളും ശ്രദ്ധിച്ചപ്പോ അവരതിനു വേണ്ടി ഒരു പദം കണ്ടെത്തിയിട്ട് മുഅ്മിനീങ്ങളായ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ചുരുക്കപ്പേരായി മുഹ്ദി എന്ന് രേഖപ്പെടുത്തണമെന്ന ചിന്തയുണ്ടാക്കി കൊടുത്തത് മുത്തുനബി ആക്ഷേപിക്കാനായിരുന്നു. നമ്മൾ അതിന്റെ പ്രചാരകരായി മാറരുത്. പേര് പൂർണ്ണമായി എഴുതണം, അല്ലെങ്കിൽ എഴുതേണ്ടതില്ല. മുഹമ്മദ് എന്ന് എഴുതുമ്പോൾ മുഹമ്മദ് എന്ന് പൂർണ്ണമായി ഇംഗ്ലീഷിൽ എഴുതണം, മലയാളത്തിൽ എഴുതണം, അറബിയിൽ എഴുതണം. അത് ചുരുക്കി എഴുതാനുള്ള നാമമല്ലല്ലോ നമ്മുടെ ഉപ്പാപ്പമാരെ നമുക്ക് ഇട്ടു തന്നത്. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, എല്ലാത്തിനോടും ബഹുമാനം വേണം. എന്തിനാണ് നാം സ്വലാത്ത് ചൊല്ലുന്നത്? എന്തിനാണ് മുത്തുനബിയുടെ മേൽ നാം സ്വലാത്ത് ചൊല്ലുന്നത്? അല്ലാഹുവും അവന്റെ മലായികത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മുടെ സ്വലാത്ത് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷേ മുല്ലാ ഹസനിൽ ബഹുമാനപ്പെട്ട മുസന്നിഫ് മുല്ലാ ഹസൻ അവറുകൾ തൻസീഹിന്റെ ഭാഗത്ത്, തസ്ബീഹിന്റെ ഭാഗത്ത് പറഞ്ഞതുപോലെ ഇൻഇകാസു അശിഅത്തി തനസ്സുഹി ഇലൽ മുനസ്സിഹീന, അല്ലാഹുവിനെ പരിശുദ്ധമാക്കാൻ നമ്മുടെ ഒന്നും ആവശ്യമില്ല. അള്ളാഹു സ്വയം പരിശുദ്ധനാണ്. പിന്നെ എന്തിനാണ് നാം പരിശുദ്ധനാക്കുന്നത്? അള്ളാഹുവിനിക്ക് നാം തസ്ബീഹ് ചൊല്ലുമ്പോൾ, പരിശുദ്ധനാക്കുമ്പോൾ ആ പരിശുദ്ധമാക്കുന്ന നമ്മളിലേക്ക് അതിന്റെ പ്രകാശം തിരിച്ചടിക്കാനാണ്. നാം കണ്ണാടി ചില്ലിലേക്ക് വെളിച്ചമടിച്ചാൽ അത് സ്വീകരിക്കാതെ തിരിച്ചടിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് നിറഞ്ഞ
പരിശുദ്ധത നിറഞ്ഞ ആ പരിശുദ്ധ ദാത്തിലേക്ക് നാം തസ്ബീഹ് ചൊല്ലുമ്പോൾ തസ്ബീഹ് നമ്മളിലേക്ക് തിരിച്ചടിക്കുന്നു എന്നതുപോലെ ഏറ്റവും വലിയ റഹ്മത്തും ഗുണവും നിറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നാം സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇൻഇകാസു അശിഅത്തി സ്വലാത്തി ഇലൽ മുസല്ലീന, സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ സ്വലാത്ത് തിരിച്ചടിക്കും. നമ്മുടെ കൽബുകൾക്ക് പ്രകാശം വരും, നമ്മുടെ കൽബുകളിലുള്ള ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും, പൊറുക്കലുകൾ ഉണ്ടാകും, മായ്ക്കലുകൾ ഉണ്ടാകും. ഇതിനു വേണ്ടിയാ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്. ആ രൂപത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആരും സഹായിക്കാനില്ലാത്ത ദിവസത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന വ്യക്തി അക്സറുഹും അലയ്യ സ്വലാ, എന്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. എങ്ങനെയാ വർദ്ധിപ്പിക്കൽ? ഇമാമിങ്ങൾ പറഞ്ഞു, മുത്തുനബിയോട് അടുക്കൽ ശഫാഅത്ത് മുഖേന അടുക്കാനുള്ള സബബാണ് സ്വലാത്തിന്റെ വർദ്ധനവ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ രൂപത്തിലുള്ള സ്വലാത്തായി നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസുകളും നമ്മുടെ സ്വലാത്തുകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, എന്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ, എന്റെ ആലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, ആ സ്വലാത്തിന്റെ മഹത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പടക്കുന്നു. ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ്? അല്ലാഹു ഏൽപ്പിക്കുന്നത് എന്റെ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതുപോലെ ഈ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് നിങ്ങൾ മരണം വരെ സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ മരണം വരെ സ്വലാത്ത് ചൊല്ലാൻ ഒരു മലക്കിന് അല്ലാഹു ഏർപ്പാട് ചെയ്യുന്നു. ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയതിന്റെ മഹത്വം കൊണ്ടാണ്. ഒറ്റ സ്വലാത്ത്, ആ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു മലക്കിനെ പടക്കുന്നു. എന്താണ് മലക്കുകളുടെ സ്വലാത്ത്? ഇസ്തിഗ്ഫാറാണ്. നമുക്ക് വേണ്ടി ആ മലക്ക് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നാം മുത്തുനബിക്ക് എത്രത്തോളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറുകൾ വർദ്ധിക്കാൻ അത് സബബാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ, ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ ആരാണ്? മൻ ദുകിർതു ഇൻദഹ, എന്നെ അവന്റെ അടുക്കൽ വെച്ച് പറയപ്പെട്ടു, എന്റെ പേര് പറയപ്പെട്ടു, ഫലം യുസല്ലി അലയ്യ, അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. നമ്മൾ ആ പിശുക്കന്മാരിൽ പെട്ടുപോകാൻ പാടില്ല. അതബുള്ളവരായി, മര്യാദയുള്ളവരായി മാറാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര മഹത്വങ്ങളാണ് സ്വലാത്തിനുള്ളത്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഒരു സ്ത്രീ വന്നു, ഒരു ഉമ്മ. ആ ഉമ്മയുടെ പരാതി എന്താണ്? എന്റെ മകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ സ്വപ്നത്തിലെങ്കിലും ആ മകളെ ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരണം, ഞാനത് ചൊല്ലിയാൽ സ്വപ്നത്തിൽ കാണാൻ കഴിയണം. മഹാനവറുകൾ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഈ സ്ത്രീ വീട്ടിൽ പോയി സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തു. മകൾ സ്വപ്നത്തിൽ കണ്ടു മരണപ്പെട്ടു പോയ മകൾ, ആ മകളുടെ ശരീരങ്ങളിലും കഴുത്തുകളിലും കൈകളിലും ആമം വെച്ച് ചങ്ങലക്കിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഈ ഉമ്മ ഇങ്ങനെ കാണുമ്പോ മനസ്സ് വേദനിച്ചുകൊണ്ട് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് പിറ്റത്തെ ദിവസം ഓടിച്ചെന്നു. മഹാനവറുകളോട് വിഷയം പറഞ്ഞു. കാര്യം അവിടെ പിരിഞ്ഞു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ മകളെ, ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ സ്വപ്നത്തിൽ കാണുകയാണ് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടുകൂടെ സ്വർഗീയ കിരീടം തലയിൽ വെച്ചുകൊണ്ട് സ്വർഗീയ കട്ടിലിരിക്കുന്ന ഒരു മോളയാ കാണുന്നത്. മോള് ചോദിച്ചു, എന്നെ അറിയോ ഉസ്താദിന്? ഇല്ല, ഞാൻ മുമ്പ് എന്റെ ഉമ്മ നിങ്ങളുടെ അടുക്കൽ വന്ന് മരണപ്പെട്ടതിന് സ്വപ്നത്തിൽ കാണാൻ സ്വലാത്ത് ചോദിച്ച് സ്വലാത്ത് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ നരകത്തിൽ കണ്ട ആ വ്യക്തിയാണ് ഞാൻ. അപ്പൊ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കാണാണ്ടായ കാരണം? ആ സമയത്ത് ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന, എന്നെ ഖബറടക്കിയ പള്ളിക്കാട്, ആ പള്ളിക്കാടിന്റെ അരികിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയി. ആ നടന്നു പോകുന്ന മനുഷ്യൻ ഖബർസ്ഥാനിലെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലി. ആ മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഒരു വിളിയാളം കേട്ടു. ആ സമയത്ത് പള്ളിക്കാട്ടിൽ 560ഓളം വരുന്ന ആളുകൾ നരകശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊരു വിളിയാളം, ഈ ഖബർ ശിക്ഷ
ഈ പള്ളിക്കാട്ടിൽ എന്തി ഇറങ്ങുന്ന ഖബർ ശിക്ഷ അനുഭവിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണം. ബിബറക്കത്തി സ്വലാത്തി ഹാദർ റജുലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പള്ളിക്കാട്ടിലൂടെ നടന്നുപോയ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലിയ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് പുറത്തു കൊടുക്കണം എന്ന് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വരികയാണ്. ആ സമയം മുതൽ പള്ളിക്കാട്ടിലുള്ള സർവാണികൾക്കും അള്ളാഹു പുറത്തു കൊടുത്തു. നമ്മുടെ നാടുകളിൽ അറബി രാജ്യങ്ങളിലുള്ളതുപോലെയല്ല. നമ്മുടെ നാടുകളിൽ പള്ളികളിലാണ് മഖബറകൾ സ്ഥിതി ചെയ്യുന്നത്. പള്ളിയെ തൊട്ട് വിദൂരമല്ല, പള്ളിക്ക് ചുറ്റും പള്ളിക്കാടായി മറവ് ചെയ്യുന്ന ശിഷ്ടമാണ്. നമ്മുടെ പള്ളിയിൽ നടക്കുന്ന നിസ്കാരങ്ങളും സ്വലാത്തുകളും അദ്കാറുകളും മദ്ഹുകളും എല്ലാം ഈ ഖബർ ആളുകൾക്ക് ഗുണം ചെയ്യുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ആ രൂപത്തിൽ സ്വലാത്തിന് വലിയ മഹത്വമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ സ്വലാത്തിന്റെ 10 മഹത്വങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമുക്ക് വേണ്ടി വലിയ നസീഹത്തുകൾ തരും. സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. നാം സ്വലാത്ത് പതിവാക്കുന്നവരാകണം. ജീവിതത്തിൽ മുഴുവനും സ്വലാത്ത് പതിവാക്കിയവരാകണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ധാരാളം മഹത്വങ്ങളുണ്ട്. മഹാന്മാര് പഠിപ്പിച്ച 10 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. മഹാനവറുകൾ പറയുന്നു, സ്വലാത്തുൽ മലിക്കിൽ ജബ്ബാർ, ജബ്ബാറായ ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിന്റെ സ്വലാത്ത് നമുക്ക് ലഭിക്കാൻ മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് നിമിത്തമാകും. രണ്ടാമത്തെ ഒരു മഹത്വം ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള ശഫാഅത്ത്. ആ ശഫാഅത്ത് നമുക്ക് ലഭിക്കും ആരാരുമില്ലാത്ത ലോകത്ത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. വാപ്പ മക്കൾ മാതാപിതാക്കൾ മക്കളെ കാണുമ്പോൾ ഒളിച്ചോടുന്ന ദിവസം, മക്കൾ മാതാപിതാക്കളെ കാണുമ്പോൾ ഒളിച്ചോടുന്ന ദിവസം, ഭാര്യമാര് ഭർത്താക്കന്മാരെ കാണുമ്പോഴും ഭർത്താക്കന്മാര് ഭാര്യമാരെ കാണുമ്പോഴും ഒളിച്ചോടും. ഇങ്ങനെ സഹോദരങ്ങളെ കാണുമ്പോൾ ഒളിച്ചോടി നഫ്സി നഫ്സി, സ്വന്തം ശരീരം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണം, അതിനുശേഷം മറ്റുള്ളവരുടെ ശഫാഅത്ത്. നാം ഓരോരുത്തരും ചിന്തിക്കണം, മഹ്ശർ അവസ്ഥ വളരെ പ്രയാസമാണ്. മുഅ്മിനീങ്ങളായ ജനങ്ങൾക്ക്, ഹാഫിളീങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക് ശഫാഅത്തിന് അധികാരമുണ്ട്, കുടുംബക്കാരെ രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിലെത്തിക്കാൻ. പക്ഷേ അതെല്ലാം സ്വർഗത്തിലെത്തിയതിന് ശേഷമാണ്. ആ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് മഹ്ശറാ ലോകത്ത് യാതൊരു സഹായവും ഇല്ലാതെ പ്രയാസപ്പെടുമ്പോ ഒരാളും മറ്റൊരാൾ കൺമുമ്പിൽ പെട്ടുപോകരുത് എന്നുള്ള ചിന്തയോടുകൂടെ അവനവന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ നെട്ടോട്ടമോടുന്ന സമയത്ത് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ഒരേ ഒരു നേതാവ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കണോ? സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ضاعا സയ്യിദി ഖൈറൻ നബി. ഈ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. ശഫാഅത ഹബ്ലനാ, ശഫാഅത്തിനെ ഞങ്ങൾക്ക് നൽകണേ നബിയേ. ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അന്നിൽ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന പ്രതീക്ഷിക്കുന്ന ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം. ലനാ ഇൻ ضاعا സയ്യിദി ഖൈറൻ നബി. ആ ശഫാഅത്ത് എങ്ങാനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളെ അവസ്ഥ വളരെ ബേജാറാണ്, പ്രയാസമാണ് നബിയേ. ഈ ശഫാഅത്തിന് വേണ്ടിയുള്ള ദുആ വർദ്ധിപ്പിക്കണം. നാം മങ്കൂസ് മൗലിദിൽ ചൊല്ലുന്ന സ്വലാത്താണിത്. ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ചോദിക്കണം. ശഫാഅത്ത് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് സ്വലാത്താണ്. മൂന്നാമതായി മഹത്തുക്കൾ പഠിപ്പിച്ചു അൽ ഇഖ്തിദാഉ ബിൽ മലായികത്തിൽ അബ്റാർ. അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകൾ, ആ മലക്കുകളുടെ പിൻപറ്റൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യുന്ന പ്രവർത്തനം ഞാൻ ചെയ്യുന്നു, അവരോട് പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നു, അവരുടെ സ്വലാത്ത് നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ മലക്കുകളോടുള്ള അനുധാവനമുണ്ട്. നാലാമത്തെ പ്രത്യേകത മുഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ. കാഫിരീങ്ങളോടും കപട വിശ്വാസികളോടും മുനാഫിക്കീങ്ങളോടുമുള്ള എതിരാവലാണ്. കാരണം മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് സ്വലാത്ത് അധികരിപ്പിക്കാൻ സാധിക്കില്ല. മറ്റൊരു വിഷയം കൂടെ പറഞ്ഞാൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരൊരിക്കലും മുനാഫിക്കീങ്ങളായി മാറുകയുമില്ല. നാം ഒരിക്കലും കപട വിശ്വാസികളായി പോകാൻ പാടില്ല, മുനാഫിക്കീങ്ങളായി പോകാൻ പാടില്ല. നമ്മുടെ ഈമാൻ നിലനിൽക്കണം, അതിനുവേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അഞ്ചാമത്തെ പ്രത്യേകത മഹ്വുൽ ഖതാ വൽ ഔസാർ. ഖതായ വൽ ഔസാർ, നമ്മുടെ ദോഷങ്ങളും വീഴ്ചകളും എല്ലാം മായ്ക്കപ്പെടും, പരിഹരിക്കപ്പെടും, പൊറുക്കപ്പെടും. അല്ലാഹു ഖൽബ് ശുദ്ധിയാക്കും.
ആറാമത്തെ പ്രത്യേകത ഖളാഉൽ ഹവായിജ്, നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം പൂർത്തീകരിച്ച് വിട്ടപ്പെടും സ്വലാത്തിന്റെ മഹത്വം കൊണ്ട്. അത് ദുന്യവിയായ ഉദ്ദേശങ്ങളാവാം, ഉഖ്റവിയായ ഉദ്ദേശങ്ങളാവാം, എല്ലാം വീട്ടപ്പെടാനും പരിഹരിക്കപ്പെടാനും സ്വലാത്ത് ചൊല്ലിക്കോളൂ. എന്തെല്ലാം സ്വലാത്തുകളുണ്ട്, നാരിയത്തു സ്വലാത്തുകളുണ്ട്, തിബ്ബു സ്വലാത്തുകളുണ്ട്, അതുപോലെ ഒരുപാട് സ്വലാത്തുകൾ. ഏതെല്ലാം പേരിൽ പല സ്വലാത്തുകളും എല്ലാം മുത്തുനബിയുടെ സ്വലാത്തുകളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് മുഖേന നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണ്. ഏഴാമത്തെ പ്രത്യേകത തൻമീറുൽ ലവാഹിരി വൽ അസ്റാർ, നമ്മുടെ അകവും പുറവും ശുദ്ധിയാവും, നമ്മുടെ പ്രത്യക്ഷഭാഗവും നമ്മുടെ ഹൃദയവും സിറും ശുദ്ധിയാകും, നമ്മുടെ ഖൽബുകൾ ശുദ്ധിയാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ചിന്തകൾ ശുദ്ധിയാകും. ഹറാമായ ചിന്ത, തെറ്റായ പ്രവർത്തനം, തെറ്റായ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വലാത്ത് കൊണ്ട് സാധിക്കും. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ തെറ്റായ വിജയത്തിലേക്ക്, തെറ്റായ വിഷയങ്ങളിലേക്ക് കൈകാര്യം ചെയ്യാൻ പോകില്ല. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് സ്വലാത്തിന്. അതുപോലെ എട്ടാമതായി മഹത്തുക്കൾ പഠിപ്പിച്ചു അന്നജാതു മിൻ അസാബി ദാരിൽ ബവാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസാബാകുന്ന നരകക്കുണ്ടിൽ നിന്നുള്ള രക്ഷയാണ്. സ്വലാത്ത് അധികരിപ്പിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് കടത്തില്ല, അവിടെ നിന്ന് രക്ഷപ്പെടുത്തും, ഈമാനോടെ മരിക്കാൻ കഴിയും. അതിനുള്ള ഏറ്റവും വലിയ മഹത്തായ മരുന്നാണ് സ്വലാത്ത്. ആ രൂപത്തിൽ കണ്ടുകൊണ്ട് വർദ്ധിപ്പിക്കണം. ഒമ്പതാമത്തെ പ്രത്യേകത ദുഖൂലു ദാരിർ റഹ്മതി വൽ ഖറാർ, എന്നെന്നും നിലനിൽക്കുന്ന പരിശുദ്ധമായ സ്വർഗം, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ലോകം, തിരിച്ചു വരാനില്ലാത്ത, മരണമില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത, അപകടങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, യാതൊരു ചിന്തയും പ്രയാസങ്ങളുമില്ലാത്ത വളരെ സ്വർഗീയം സുഖിക്കാൻ വേണ്ടി മാത്രം അല്ലാഹു തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും സ്വലാത്തിന്റെ വർധനവിലൂടെ. പത്താമത്തെ പ്രത്യേകത സലാമുൽ മലിക്കിൽ ഗഫാർ, ഗഫൂറായ അല്ലാഹുവിന്റെ സലാമാണ്, അല്ലാഹുവിന്റെ രക്ഷയാണ്. സ്വലാത്ത് അധികരിപ്പിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ രക്ഷയാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ രക്ഷ അവർക്ക് ലഭിക്കും. അല്ലാഹുവിന്റെ രക്ഷ പ്രത്യേകിച്ച് ആഖിറ ലോകത്താണ്. ആഖിറ ലോകത്താണ്. നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ പ്രവേശിക്കണം. മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് അവർകൾ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ രൂപത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അദ്മി സ്വലാത്ത അലൻ നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത അലൻ നബി മുഹമ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. കാരണം അത് സ്വീകരിക്കും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. അഅ്മാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ, നമ്മുടെ പ്രവർത്തനങ്ങൾ, അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നതിന്റെയും തള്ളപ്പെടുന്നതിന്റെയും ഇടയിലാണ്. സ്വീകരിക്കുമെന്ന് ഉറപ്പില്ല. ഇല്ല സ്വലാത്ത് അലൻ നബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തും അവിടുത്തെ മദ്ഹുകളും ഒഴികെ അത് സ്വീകരിക്കുന്നതിൽ സംശയവുമില്ല. ആ രൂപത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്താൽ ഈ മഹത്തായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാഖിറു